തിരുവനന്തപുരം കോർപ്പറേഷനിലെ 101 വാർഡുകൾ 5 നിയമസഭാ മണ്ഡലങ്ങളിലായാണ് വ്യാപിച്ചു കിടക്കുന്നത്. അതിൽ 25 സീറ്റുകൾ വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിലാണ്. കഴക്കൂട്ടം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കോർപ്പറേഷൻ വാർഡുകളുള്ള നിയമസഭാ മണ്ഡലം കൂടിയാണ് വട്ടിയൂർക്കാവ്. വട്ടിയൂർക്കാവിൽ കഴിഞ്ഞ തവണ 24 വാർഡുകളായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ 12 എണ്ണം LDF നേടി, 9 എണ്ണം BJP, 3 എണ്ണം വലിയ തകർച്ചയ്ക്കിടയിലും UDFന് വട്ടിയൂർക്കാവിൽ സ്വന്തമാക്കാനായി. ചിലയിടങ്ങളിൽ 2ാം സ്ഥാനത്തെത്തുന്ന പ്രകടനവും കാഴ്ചവെച്ചു. ഇക്കുറി 25 വാർഡുകളിൽ 2 എണ്ണം പുതിയതായി രൂപീകരിച്ചതാണ്. അമ്പലമുക്കും ഗൗരീശപട്ടവും. നേരത്തെ ഉണ്ടായിരുന്നതിൽ ഒരു വാർഡ് PTP നഗർ വാർഡ് ഇല്ലാതായി. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിലെ 25 സീറ്റുകളിൽ കഴിഞ്ഞ തവണത്തെ ആധിപത്യം LDFന് നിലനിർത്താൻ സാധിക്കില്ല എന്നതാണ് നമുക്ക് നമ്മുടെ പ്രീപോൾ അനാലിസിസിൽ വ്യക്തമാകുന്ന കാര്യം. വാർഡ് തിരിച്ചുള്ള കണക്കൊക്കെ നമ്മൾ ശേഖരിച്ചിട്ടുണ്ട് എങ്കിലും ഈ അവസാന ഘട്ടത്തിൽ വാർഡ് തിരിച്ച് ഇന്നയാൾ ജയിക്കും ഇന്നയാൾ പരാജയപ്പെടും എന്നുള്ളത് നമ്മൾ അവതരിപ്പിക്കുന്നില്ല. പക്ഷേ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന 12 സീറ്റ് നിലനിർത്താൻ ഇത്തവണ ഒരു സീറ്റ് കൂടിയിട്ടും 25 സീറ്റുകൾ ഉണ്ടായിട്ടും LDFന് സാധിക്കാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യം വോട്ടർമാരുടെ മനസ്സിൽ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഗുണഭോക്താക്കളായി മാറുന്നത് BJP ആയിരിക്കില്ല എന്നതാണ് വട്ടിയൂർക്കാവിനെ ശ്രദ്ധേയമാക്കുന്നത്. കഴിഞ്ഞ തവണ 3 സീറ്റ് ഉണ്ടായിരുന്ന UDF ഇക്കുറി അത് ഇരട്ടിയാക്കാനുള്ള സാധ്യത വട്ടിയൂർക്കാവിലുണ്ട്. വട്ടിയൂർക്കാവിലെ കഴിഞ്ഞ തവണ 2ാം സ്ഥാനത്തായ പല വാർഡുകളിലും LDFനെ മറികടന്ന് 1ാം സ്ഥാനത്തെത്താനുള്ള ഒരു കരുത്ത് ഇക്കുറി UDF നേടിയിട്ടുണ്ട്. ജനങ്ങൾക്കിടയിൽ നമ്മൾ ഇക്കാര്യത്തിൽ സംസാരിക്കുമ്പോൾ ബോധ്യപ്പെടുന്ന യാഥാർത്ഥ്യവും അങ്ങനെയാണ്. എന്തായാലും UDFന് അനുകൂലമായ ഒരു വികാരം ചിലയിടങ്ങളിലെങ്കിലും വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിലെ 25 വാർഡുകളിൽ ഉണ്ടായിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ LDFന് സീറ്റ് കുറയുന്നു, പക്ഷേ അതിൻ്റെ ഗുണഭോക്താക്കളാകുന്നത് BJP അല്ല എന്ന് പറയുമ്പോൾ UDFന് ചെറിയ തോതിൽ വർധനയുണ്ടാകുന്നു. അതുപോലെ വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ 2 വാർഡുകളിൽ സ്വതന്ത്രന്മാരുടെ സാന്നിധ്യം മുന്നണികൾക്ക് വലിയ തലവേദനയായിട്ടുണ്ട്. ഈ 2 ശ്രദ്ധേയമായ സ്വതന്ത്രരുടെ പോരാട്ടം നടക്കുന്ന വാർഡുകൾ വാഴോട്ടുകോണവും കണ്ണമ്മൂലയും. ഈ 2 ഇടങ്ങളിലും ഇടതുപക്ഷത്തിൻ്റെ സിറ്റിംഗ് സീറ്റുകളാണ്. അവിടെ അതിശക്തമായ പോരാട്ടം കാഴ്ചവയ്ക്കാൻ സ്വതന്ത്രന്മാർക്ക് സാധിക്കുന്നുണ്ട്. ഒരുപക്ഷെ ആ സ്വതന്ത്രന്മാരുടെ വിജയം പോലും പ്രവചിക്കപ്പെടാവുന്ന തരത്തിലുള്ള വലിയ മുന്നേറ്റം അവർക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അവിടെയും നഷ്ടമുണ്ടാകുന്നത് LDFനാണ്. LDFൻ്റെ സിറ്റിംഗ് സീറ്റുകളാണ് വാഴോട്ടുകോണവും കണ്ണമ്മൂലയും. അപ്പോൾ അതിശക്തമായ പോരാട്ടം സ്വതന്ത്രന്മാരിൽ നിന്നും നേരിടേണ്ടി വരുന്നത് LDFൻ്റെ സിറ്റിംഗ് സീറ്റുകളിലാണ് എന്നുള്ളതാണ്. LDFനെ സംബന്ധിച്ചിടത്തോളം ഈ വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിലുള്ള 25 വാർഡുകളിൽ അവർക്ക് BJPയിൽ നിന്നോ UDFൽ നിന്നോ പിടിച്ചെടുക്കാൻ കഴിയുന്ന വാർഡുകളുടെ എണ്ണം തുച്ഛമാണ്. 1-2 വാർഡുകൾ മാത്രമാണ് അങ്ങനെ പിടിച്ചെടുക്കാനായി സാധിക്കുന്നത്. പക്ഷേ നമ്മൾ ഈ കിണവൂർ, കേശവദാസപുരം, മുട്ടട, കുടപ്പനക്കുന്ന് അങ്ങനെ കടന്നു വരുമ്പോൾ അതിശക്തമായി LDFന് വെല്ലുവിളികൾ നേരിടുന്ന വാർഡുകൾ ധാരാളമുണ്ട് എന്ന് വ്യക്തമാകുന്നു. BJPയെ സംബന്ധിച്ചിടത്തോളം BJPക്ക് ഏറ്റവും സേഫായി ഇത്തവണ ജയിക്കാൻ കഴിയും എന്ന് പറയാവുന്ന 2 വാർഡുകൾ ഒരുപക്ഷെ പാങ്ങോടും വലിയ വിളയും മാത്രമായിരിക്കും അവരുടെ സിറ്റിംഗ് സീറ്റുകൾ. ബാക്കിയുള്ളിടത്തെല്ലാം കടുത്ത മത്സരം നേരിടുകയാണ്. VV രാജേഷ് മത്സരിക്കുന്ന കൊടുങ്ങാനൂരായാലും ശ്രീലേഖ മത്സരിക്കുന്ന ശാസ്തമംഗലത്തായാലും ഒക്കെ കടുത്ത മത്സരം നേരിടുകയാണ്. അപ്പോൾ അതിശക്തമായ പോരാട്ടത്തെ അതിജീവിച്ചു മാത്രമേ വട്ടിയൂർക്കാവിൽ എന്തെങ്കിലും ഒരു നേട്ടമുണ്ടാക്കാനാകൂ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ അവിടെ UDFും ഒരു ത്രികോണ മത്സരത്തിനുള്ള എല്ലാ പ്രതീതിയും, ഇപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഈ കിണവൂര്, കുടപ്പനക്കുന്ന്, മുട്ടട, കേശവദാസപുരം തുടങ്ങിയ വാർഡുകളിലൊന്നും അങ്ങനെ ഒരു വലിയ ത്രികോണ മത്സരമില്ല. അവിടെ UDF LDF പോരാട്ടമാണ് നടക്കുന്നത്. അങ്ങനെയുള്ള ഇടങ്ങളിൽ UDFന് ഒരു മുൻതൂക്കം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു സ്ഥിതിവിശേഷം നിലനിൽക്കുന്നതിനാൽ LDFനെ സംബന്ധിച്ചിടത്തോളം ഈ അവസാന ലാപ്പിൽ തങ്ങൾക്ക് എത്രമാത്രം മുന്നോട്ട് പോകാൻ സാധിക്കും എന്നത് ബോധ്യപ്പെടുത്താനുള്ള ഒരു വലിയ പരിശ്രമമൊക്കെ നടക്കുന്നുണ്ട്. എങ്കിൽ പോലും വട്ടിയൂർക്കാവിലെ 25 വാർഡുകളിൽ ഇപ്പോഴത്തെ നിലപ്രകാരം കഴിഞ്ഞ തവണ 12 സീറ്റുണ്ടായിരുന്ന LDF
ചില സീറ്റുകൾ അവർക്ക് സിറ്റിംഗ് സീറ്റുകൾ നഷ്ടപ്പെടും, ചിലത് UDF-ൽ നിന്നും BJP-യിൽ നിന്നും പിടിച്ചെടുക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നു. അങ്ങനെ വരുമ്പോൾ ആകെത്തുക എടുക്കുമ്പോൾ 9 സീറ്റിലേക്ക് LDF ചുരുങ്ങാനുള്ള സാധ്യത വട്ടിയൂർക്കാവിൽ നിലനിൽക്കുന്നുണ്ട് എന്നതാണ് നമ്മുടെ വിശകലനത്തിൽ മനസ്സിലാകുന്ന കാര്യം. BJP കഴിഞ്ഞ തവണത്തെ 9-ൽ നിന്ന് 8-ലേക്ക് താഴും, അവർക്ക് ഒരു സീറ്റിൻ്റെ നഷ്ടമുണ്ടാകും. UDF അവിടെ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന 3 സീറ്റിൽ നിന്ന് 6 സീറ്റിലേക്ക് ഉയരാനുള്ള സാധ്യതയുണ്ട്. UDF-നും ഒരുപക്ഷെ തങ്ങളുടെ ചില സിറ്റിംഗ് സീറ്റുകൾ നഷ്ടപ്പെട്ടേക്കാം, പക്ഷേ അവർക്ക് പുതുതായി സീറ്റുകൾ പിടിച്ചെടുക്കാൻ സാധിക്കുന്ന ഒരിടമാണ് വട്ടിയൂർക്കാവ്. നേരത്തെ പറഞ്ഞതുപോലെ 2 സ്വതന്ത്രന്മാർ വിജയിക്കാനുള്ള സാധ്യത കൂടി വട്ടിയൂർക്കാവിൽ നിലനിൽക്കുന്നുണ്ട് എന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ, അതായത് പോളിംഗിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുമ്പോൾ വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തെ അവലോകനം ചെയ്യുമ്പോൾ അവിടെയുള്ള വാർഡുകളിലൂടെ സഞ്ചരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെയുള്ള വാർഡുകളിലെ ജനങ്ങളുടെ കുറേയൊക്കെ പൾസ് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് വയ്ക്കാവുന്ന നിഗമനം 9-8-6-2 എന്ന നിലയിൽ വട്ടിയൂർക്കാവിൻ്റെ വിധിയെഴുത്ത് മാറാനുള്ള സാധ്യത ഈ ഘട്ടത്തിൽ നിലനിൽക്കുന്നു. ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധയാകർഷിക്കുന്ന പോരാട്ടമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടക്കുന്നതെങ്കിലും പലപ്പോഴും പിടിതരാതെ വഴുതിപ്പോയിട്ടുള്ള ഇടമായതുകൊണ്ട് തന്നെ രാജ്യത്തെ മികച്ച സർവേ ഏജൻസികൾ പോലും തിരുവനന്തപുരത്തെക്കുറിച്ച് ആധികാരികമായി ഒരു സർവേ നടത്തി അഭിപ്രായം പറയാൻ മടികാട്ടി നിൽക്കുകയാണ്. അതിനിടയിൽ ദേശീയ തലത്തിൽ ശ്രദ്ധേയമായ ഒട്ടേറെ തെരഞ്ഞെടുപ്പ് സർവേകൾ നടത്തിയിട്ടുള്ള ലോക്പോൾ ഈ നവംബർ മാസം 17-ാം തീയതി മുതൽ 28-ാം തീയതി വരെയുള്ള കാലയളവിൽ തലസ്ഥാനത്തെ 8,000-ഓളം വോട്ടർമാരെ നേരിൽ കണ്ട് തയ്യാറാക്കിയ അവരുടെ സർവേ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുകയാണ്. ആ റിപ്പോർട്ട് പ്രകാരം തലസ്ഥാനത്ത് LDF ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി തന്നെ നിലനിൽക്കും. കഴിഞ്ഞ തവണത്തേതുപോലെ കേവല ഭൂരിപക്ഷം മറികടക്കുന്ന പ്രകടനം ഉണ്ടായില്ലെങ്കിലും 41 മുതൽ 45 വരെ സീറ്റുകൾ നേടി LDF ഭരണം നിലനിർത്താനുള്ള സാധ്യത തിരുവനന്തപുരത്തുണ്ട് എന്നാണ് അവർ പറയുന്നത്. LDF ഭരണം നിലനിർത്താനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ മറ്റൊരു വലിയ അത്ഭുതം തിരുവനന്തപുരത്ത് സംഭവിക്കുന്നു എന്ന സൂചനയും അവർ നൽകുകയാണ്. അത് UDF-ന്റെ മിന്നുന്ന പ്രകടനമാണ്. നിലവിലെ 10 സീറ്റിൽ നിന്ന് 39 മുതൽ 43 വരെ സീറ്റിലേക്ക് UDF എത്താനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഈ നവംബർ 17 മുതൽ 28 വരെയുള്ള കാലയളവിൽ. ആ കാലയളവ് ശ്രദ്ധേയമാണ്. കാരണം UDF തുടക്കത്തിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു, അതിൻ്റെ ഒരു മേൽക്കോയ്മ തിരുവനന്തപുരത്ത് ഉണ്ടാകുന്നു. മറ്റുള്ളവർ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ കാര്യത്തിൽ അറച്ചു നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ജനങ്ങൾക്കിടയിൽ KS ശബരിനാഥനെ മേയർ സ്ഥാനാർത്ഥിയായി അവതരിപ്പിച്ചുകൊണ്ട് UDF-നൊരു മുന്നേറ്റം നടത്താൻ സാധിച്ചു. അതൊക്കെ കൃത്യമായിട്ടുള്ള നിഗമനങ്ങളാണ്. ആ കാലയളവിൽ UDF-നൊരു മുൻതൂക്കം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്.